Hi students, next unit 4, block 5 unit 4 ആണ് influence of media on value development. Value developmentൽ മീഡിയയുടെ റോളാണ് പറയുന്നത്. അപ്പോൾ മീഡിയയുടെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം അല്ലേ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ മുഴുവനായിട്ടും മീഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ ലോകം തന്നെ കീഴടക്കിയിരിക്കുന്നു മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, എന്തൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാം ഇപ്പം മീഡിയ കവറേജിൽ വരുന്നൊരു കാര്യമാണ്. സോ മീഡിയ ലോകം തന്നെ ഏറ്റെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നുണ്ട്, ഒരുപാട് ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് സിമ്പിളായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇൻഫോർമേഷൻ ആയാലും, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ചേഞ്ചിങ്, നമ്മുടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഹയർ എഡ്യൂക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്. അപ്പം മീഡിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ, റേഡിയോ, ടെലിവിഷൻ, ഇതൊക്കെ മീഡിയാസാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയാസിലും ഏതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്? മീഡിയയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് പലർക്കും ഒരുപാട് കൺസേൺസ് ഉണ്ട്. അതായത് ഇപ്പോൾ ജനങ്ങളുടെ വാല്യൂസിനെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കൺസേൺ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. സോ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ കോൺട്രിബ്യൂഷൻ ഓഫ് വാല്യൂ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മീഡിയ എന്ന് പറയുന്നു. സോ എന്താണ് മീഡിയ എന്നൊരു ഇത് ചോദിക്കുകയാണെങ്കിൽ നമുക്കിതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, media can be the tool used to store and deliver information or data, and may categorized as advertising media, broadcast media, digital media, mass media, print media, etc. അപ്പോൾ മീഡിയനെ നമുക്ക് ഏത് രീതിയിൽ ഇതിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒരു ടൂളാണ് അല്ലേ. നമുക്ക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനും ഡെലിവർ ചെയ്യാനും, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡെലിവർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടൂളാണ് എന്ത് പറയുന്നത്? മീഡിയ എന്ന് പറയുന്നത്. മീഡിയ പലതരത്തിൽ പറയാം. അഡ്വർടൈസിങ് മീഡിയ പറയാം, ബ്രോഡ്കാസ്റ്റ് മീഡിയ പറയാം, ഡിജിറ്റൽ മീഡിയ, മാസ് മീഡിയ, പ്രിൻ്റ് മീഡിയ, അങ്ങനെ പലതരം മീഡിയാസ് നമുക്ക് ഉണ്ട്. അല്ലെങ്കിൽ മീഡിയാസിന് നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം അല്ലേ. കമ്മ്യൂണിക്കേഷനിലൊരു ഉപാധിയായിട്ട് നമുക്ക് എന്ത് പറയാം? മീഡിയനെ പറയാം. ഇനി മീഡിയയുടെ ഇവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. സെഞ്ച്വറീസിന് മുന്നേ തന്നെ നമ്മുടെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ്റെ ഫലമായിട്ട് ഒരുപാട് സെഞ്ച്വറീസിന് മുന്നേ തന്നെ ഏത് വന്നിട്ടുണ്ട്? ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ വന്നിട്ടുണ്ട്. അത് എന്താണ്, നമുക്ക് ഒരുപാട് ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഡെവലപ്മെൻറ്റ് ഏതിലും വന്നിട്ടുണ്ട്? നമ്മുടെ മീഡിയാസിൻ്റെ ഡെവലപ്മെൻറ്റിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് റിട്ടൺ ആയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് പിന്നെന്താണ് നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഡിജിറ്റൽ മീഡിയയിലേക്ക് വന്നു. ലെറ്ററുകളൊക്കെ മാറി പിന്നെ ഇതേപോലെയുള്ള മെസ്സേജുകൾ, SMS, അങ്ങനെ നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ ഏതും സംഭവിച്ചിട്ടുണ്ട്? മീഡിയയിൽ ഒരു ഡെവലപ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് using available technology such as internet, we can now communicate with one another on the earth, on the space, or instantly. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് എവിടെയുള്ള ആൾക്കാരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഭൂമിയിൽ എവിടെ, അല്ലെങ്കിൽ ഈവൻ സ്പേസിലുള്ളവരുമായിട്ട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. പണ്ട് കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ട് നമ്മുടെ മീഡിയ, അതിലും കമ്മ്യൂണിക്കേഷൻ മീഡിയയിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഓറൽ വേർഡ് മീഡിയാസ് പറയുമ്പം നമുക്ക് വാക്കുകളിലൂടെ, സ്പീച്ച്. അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? സൗണ്ട്, അങ്ങനെ സൈൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ വാക്കുകളിലൂടെയും സ്പീച്ചിലൂടെയൊക്കെയാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സാധാരണ ലൈഫിൽ ചെയ്യുന്നൊരു കാര്യമാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിലെ പിന്നെ നെക്സ്റ്റ് വരുന്നത്
ഇൻ്റർപേഴ്സണൽ മോഡിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് എന്ന് പറയും. ഡിസ്റ്റൻസിൽ നമുക്ക് ഇൻഫർമേഷൻ പ്രിസർവേഷൻ ഐഡിയാസ് റിക്വയർ ഫിസിക്കൽ പ്രസൻസ് ഓഫ് മാൻ വിച്ച് മേ നോട്ട് ബി അഡ്വൈസ് പോസിബിൾ. സോ നമുക്ക് ശരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഫിസിക്കൽ പ്രസൻസ് വേണമെന്ന് പറയും. പക്ഷെ അതെല്ലായ്പ്പോഴും പോസിബിൾ അല്ല. അപ്പം നമുക്ക് വോയിസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ അതാണ് സ്പീച്ച് പറയുന്നത്. വാക്കിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സ്ക്രിപ്റ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് റൈറ്റിംഗ് ഇൻ ഓൾ ഫോംസ്. അതാണ് അതിൽ വരുന്നത്. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ റിട്ടൺ വേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെസ്സേജ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഡിസ്റ്റൻസിലേക്കൊക്കെ സെൻഡ് ചെയ്യുന്നു. നമ്മൾ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലെറ്റേഴ്സൊക്കെ നമ്മൾ പണ്ട് കാലത്തുള്ളൊരു സംഭവം തന്നെയാണ് ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ അയക്കുന്നത്. ഈജിപ്ഷ്യൻസ് ഏർലി 3000 BC ഇതേപോലെ ലെറ്റേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്യൂനിഫോം അവരുടെ ഭാഷ അതിലൊക്കെ തന്നെ സുമേറിയൻ ലാംഗ്വേജിലും ഒക്കെ ഇങ്ങനെ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. റൈറ്റിങ്സിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പെയിൻറ്റിങ്സിലൂടെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിൻറ്റിങ് വന്നു. അതിന് ശേഷം റിട്ടൺ വന്നിട്ട് സ്പീച്ചും റിട്ടണും വന്നു. പിന്നെ പ്രിൻറ്റിങ് വന്നിട്ടുണ്ട്. നമുക്ക് മീഡിയാസ് നമുക്ക് ഒരു പ്രധാനപ്പെട്ടാണ് പ്രിൻറ്റിങ് മീഡിയ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ അതേപോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ച് ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ ഇൻവെൻഷൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ പ്രിൻറ്റിങ് മീഡിയാസ് വന്നത്. പ്രിൻറ്റിങ് പ്രസ് ഒക്കെ വന്നത് പ്രിൻറ്റിങ് മീഡിയയിൽ വരുന്നതാണ്. പിന്നെ ടെലികമ്മ്യൂണിക്കേഷനാണ്. ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് എന്താ പറയുക, കുറച്ച് ഫാസ്റ്റ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ടെലികമ്മ്യൂണിക്കേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓഡിയോ സിഗ്നൽസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടെലിഫോൺ വഴിയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതേപോലെ ഇലക്ട്രിക് സിഗ്നൽസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ടെലിവിഷൻ ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ അതിൽ തന്നെ ടെലഗ്രാഫ്, ടെലിഫോൺ ഇതൊക്കെ അതിൽ വന്നു. പിന്നെ ഡിജിറ്റൽ ടെക്നോളജിയാണ് ലേറ്റസ്റ്റ്. അതിൽ കമ്പ്യൂട്ടറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഡിജിറ്റലൈസേഷൻ്റെ ഫലമായിട്ട് അല്ലേ ഒരുപാട് നമുക്ക് എന്താ പറയുക ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ ഇൻ്റർനെറ്റിനാണ് മെയിനായിട്ടുള്ള റോള് വരുന്നത്. ഇമെയിൽ അങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാൻ ഇമെയിലുണ്ട് അല്ലേ, ചാറ്റ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തായിരുന്നു നെക്സ്റ്റ്, ഇത്രയാണ് നമ്മൾ മീഡിയാസിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ പറയുന്നത്. പിന്നെ വീണ്ടും ക്ലാസിഫിക്കേഷനിൽ പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് മീഡിയയിലാണ് പ്രിൻ്റ് മീഡിയ പറയും. പ്രിൻ്റ് മീഡിയ പറഞ്ഞാലാണ് മാഗസീൻ, ബ്രോഷേഴ്സ്, ന്യൂസ് ലെറ്റേഴ്സ്, പോസ്റ്റേഴ്സ്. നമുക്കിപ്പം പല കാര്യങ്ങളും നമുക്കിങ്ങനെ നോട്ടീസ്, നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ കൂടെ നോട്ടീസ് ഉണ്ടാവും, പരസ്യങ്ങളുണ്ടാവും അല്ലേ. അങ്ങനെ പല രീതിയിലും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് മീഡിയ വരുന്നുണ്ട്. അതിൽ വരുന്നത് ന്യൂ മീഡിയ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ്റെ. അതേപോലെ തന്നെ ഓൾഡ് മീഡിയ ഫോംസ് ഉണ്ട്, ന്യൂസ് പേപ്പർ, മാഗസീനൊക്കെ വരുന്നത്. ന്യൂ മീഡിയയിലാണ് കൂടുതലായിട്ട് കമ്പ്യൂട്ടർ ടെക്നോളജി വരുന്നത്. വെബ്സൈറ്റുകളുണ്ടാവും, അതേപോലെ തന്നെ സ്ട്രീമിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ, ചാറ്റ് റൂംസ്, ഇമെയിൽ, വെബ് അഡ്വർടൈസിങ്, DVD, CD പ്ലെയർ, CD-ROM, ഇൻ്റർനെറ്റ്, ടെലിഫോണി, ഡിജിറ്റൽ ക്യാമറ, മൊബൈൽ കമ്പ്യൂട്ടർ. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ സംഭവമൊക്കെ നമുക്കത് ഈ പറയുന്ന മീഡിയമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ട്രഡീഷണൽ മീഡിയ ഉണ്ട്, മാസ് മീഡിയ ഉണ്ട്. പിന്നെ ലാസ്റ്റ് വൺ സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാം. ട്രഡീഷണൽ മീഡിയയിൽ വരുന്നത് നോൺ ഇലക്ട്രോണിക് നാച്ചുറാണ് ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വെഹിക്കിളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭവങ്ങളാണ്. അതായത് തിയേറ്റർ, ഡാൻസിലൊക്കെ ഇതേപോലെ ഈ ഡാൻസ് ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അഡ്വർടൈസിന് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം.
അതിൽ റിലീജിയസ് ഡിസ്ക്ലോഷേഴ്സ്, സ്ട്രീറ്റ് തിയേറ്റർ, മൈം, സ്റ്റോറി ടെല്ലിംഗ്, അങ്ങനെയൊക്കെ നമ്മൾ ഇതേപോലെ ഇൻഫോർമേഷൻസ് പഞ്ചതന്ത്ര, രാമായണ, മഹാഭാരത, ഇങ്ങനെ കുറേ ബുക്കുകളിലൂടെയും ഒക്കെ നമ്മൾ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ മീഡിയ എന്ന് പറയുന്നത്. മാസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഓഡിയൻസിലേക്ക് എത്തുന്ന മീഡിയ നമുക്ക് മാസ് മീഡിയ എന്ന് പറയാം. നമുക്ക് ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ഒക്കെ നമുക്ക് മാസ് മീഡിയയിൽ വരും. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഫേസ്ബുക്ക്, ഓർക്കൂട്ട്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, അതൊക്കെ ഇതിൽ വരും. സോഷ്യൽ മീഡിയ എന്ന് പറയാം. സോഷ്യൽ ഇൻട്രാക്ഷൻ, പേഴ്സണൽ ആൻഡ് ബിസിനസ് ഇൻട്രാക്ഷൻസ് ഒക്കെ വരുന്നതാണ് സോഷ്യൽ മീഡിയ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് മീഡിയയാണ്. മീഡിയയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെസിമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഫങ്ഷനായിട്ട് പറയുന്നത്. നമുക്ക് മാസ് മീഡിയ ഉപയോഗിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്താം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ന്യൂസ് പേപ്പറിലും ന്യൂസ് പ്രോഗ്രാംസിലൊക്കെ ഇൻഫോം ചെയ്യാം. അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാംസ് നടത്താം. അതേപോലെ നമുക്ക് ന്യൂസ് ചാനലുകളിലൂടെ ന്യൂസ് അറിയിക്കാം. അങ്ങനെ നമുക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള മീഡിയാസ് ഉണ്ട്. പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ് ഒരു മീഡിയയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. ന്യൂസ് പേപ്പറായാലും ന്യൂസ് ചാനലായാലും ഒക്കെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് തന്നെയാണ്. രണ്ടാമത്തെ പ്രൊവൈഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് നോളേജ് പ്രൊവൈഡ് ചെയ്യാം. ഇതിലൊരു ചെയ്യാനുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന മീഡിയാസ് യൂസ് ചെയ്യാം. ടീച്ചിങ്ങിന് അതേപോലെയൊക്കെ നമുക്ക് ഇപ്പോൾ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഡൗട്ട്സിന്, കൃഷി, ഇങ്ങനെ എല്ലാ ഫീൽഡിലും നമുക്ക് ജോബുമായി ബന്ധപ്പെട്ട് എന്ത് വർക്ക് ചെയ്യാനും എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ മീഡിയാസ് അവൈലബിൾ ആണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്. ഫങ്ഷൻ എന്ന് പറയുന്നത് മാസ് മീഡിയാസൊക്കെ കൂടുതലായിട്ട് എൻ്റർടൈൻമെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഹ്യൂമർ കോളം, കോമിക്സ്, ഫീച്ചർ സ്റ്റോറി, ക്രോസ്വേഡ് പസിൽ, അങ്ങനെ എല്ലാം നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന മീഡിയാസ് വഴി നമുക്ക് ചെയ്യാം. ന്യൂസ് പേപ്പറിലും ഉണ്ട്, അതേപോലെ മീഡിയാസിലും ഉണ്ട്, ചാനലുകളിലൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ളതുണ്ട്. പിന്നെ ഇത് കൂടാതെ മീഡിയാസിൻ്റെ വേറെ റോൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? മീഡിയാസിനുണ്ട്, പൊതു അഭിപ്രായത്തിന്. അപ്പോൾ റിസർച്ച് കണ്ടെത്തിയിട്ടുള്ളത് that position public takes on critical issues are influenced by the media. പലപ്പോഴും ജനങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും ക്രിറ്റിക്കലായിട്ടുള്ള കേസിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന മീഡിയാസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട് എന്ന്. ചാനലുകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കാനൊക്കെ കഴിയും. അതായത് ചില ചാനലുകളുടെ ന്യൂസിലുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ കാരണം അപ്പോൾ സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തുറന്നു കാണിക്കാനും ഒക്കെ മീഡിയകൾക്ക് സാധിക്കും. അജണ്ട സെറ്റിംഗ്, അത് വളരെ പവർഫുൾ ഇൻഫ്ലുവൻസ് ആണ് മീഡിയയുടെ. നോട്ട് ഓൺ വാട്ട് ദ ഓഡിയൻസ് ഷുഡ് തിങ്ക് ബട്ട് സെർട്ടൈൻലി വാട്ട് ഇറ്റ് ഷുഡ് തിങ്ക് അബൌട്ട് ദ എബിലിറ്റി ടു ടെൽ us what issue are important. അപ്പോൾ അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ, പ്രധാനപ്പെട്ടത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയത് എന്താണെന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ ആർക്ക് സാധിക്കും? മീഡിയാസിന് സാധിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുക. അജണ്ട, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നതിന്. അതായത് അജണ്ട സെറ്റിങ്ങിൽ വരുന്നത് എന്താണ്? മീഡിയ കോൺസെൻട്രേറ്റിംഗ് ഓൺ എ ഫ്യൂ ഇഷ്യൂസ് ആൻഡ് സബ്ജക്ട്സ് ഓൺ ഇറ്റ്സ് കവറേജ്. പ്രധാനപ്പെട്ട ചില ഇഷ്യൂസ് അവരുടെ കവറേജിൽ വരിക. അത് പലപ്പോഴും പബ്ലിക് പോളിസി മേക്കേഴ്സിന് അല്ലെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആയിട്ട് മാറുന്ന കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കവർ ചെയ്യുക. സോ അതാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. എഡ്യൂക്കേറ്റിംഗ് പബ്ലിക് ആൻഡ് പോളിസി മേക്കേഴ്സ്, മീഡിയ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ. പലപ്പോഴും ജനങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ മീഡിയാസ് ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും മെയിനായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ വെള്ളപ്പൊക്കം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അലേർട്ടായിട്ടിരിക്കാനും അല്ലെങ്കിൽ
അതിനെക്കുറിച്ച് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, വല്ല അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒക്കെ ഇവർക്ക് അലേർട്ടാക്കാനും ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട് മീഡിയാസിലൂടെ. ഡെമോക്രസിയുടെ വാച്ച് ഡോഗായിട്ട് നമുക്ക് പലപ്പോഴും മീഡിയനെ പറയാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് പലപ്പോഴും മീഡിയാസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. പിന്നെ ഹെൽപ്പിംഗ് ഇൻ ഫോം ഓഫ് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പലർക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ ജനങ്ങൾക്ക് ഒറ്റയ്ക്ക് അവർ തന്നെ ഇപ്പോൾ വാട്സപ്പ് അങ്ങനത്തെയൊക്കെ ഓരോ മീഡിയാസ് വഴി അവർക്കത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനും അങ്ങനെ ഗ്രൂപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് സാധിക്കും. അടുത്ത പോയിന്റ് വരുന്നത് മീഡിയാസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് സോഷ്യലൈസേഷനാണ്. ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ വരുന്ന സമയത്ത് ജനങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഫാമിലി, സ്കൂൾ, റിലീജിയസ് ഓർഗനൈസേഷൻ, അവർക്കൊക്കെ മീഡിയ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഫോം. സൊസൈറ്റിയിലെ വാല്യൂസ് മനസ്സിലാക്കാനും ഒക്കെ ഈ പറയുന്ന സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് പറയുന്നത്. ഇനി മീഡിയാസിൻ്റെ ഇമ്പോർട്ടൻസ് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗമാണ്.